എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ എന്ന് ശ്രീ പത്മനാഭൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് കാരണങ്ങളും നിരത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക, അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക. ശ്രീ സലീംകുമാറിന്റെ വിയോഗത്തിന്റെ ദിവസമാണ്, അദ്ദേഹത്തിന്റെ അനുസ്മരണം നാടൊട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട് മായാവി സിനിമയിൽ, ഇതൊക്കെ എന്ത് എന്നുള്ള അതുപോലൊരു മൂഡിലാണോ BJP കാര്യങ്ങളെ കാണുന്നത്? അല്ല, ഞങ്ങൾ പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പിനെയും സീരിയസ് ആയി കാണുന്നവരാണ്, അറിയാലോ. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെയും ലാഘവത്തോടെ കാണാറില്ല. അതോടൊപ്പം ഞങ്ങൾ ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും, അതായത് ഞങ്ങൾ എതിർഭാഗത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെയും ഒരു മുന്നണിയെയും ഞങ്ങൾ ലാഘവത്തോടെ കാണാറില്ല. ഞങ്ങളെ കൊണ്ട് പറയുന്നത് ഇതൊരു ഇലക്ഷൻ മെഷീനാണ് BJP എന്നൊക്കെയാണ്. പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളിൽ പലരും പറയുന്നത് BJP ഒരു ഇലക്ഷൻ മെഷീനാണെന്നൊക്കെയാണ്. ഒരു പരിധിവരെ സത്യമാണ്. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തിൽ കാണുന്നു. ഞങ്ങളെ ചെറിയ എതിരാളികൾ, അതായത് ചെറിയ പാർട്ടികൾ, 1-2 ജില്ലയിൽ മാത്രം ഹോൾഡുള്ള പാർട്ടികളെ വരെ ഞങ്ങൾ വളരെ സീരിയസ് ആയി കാണുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ഞങ്ങൾ എതിർഭാഗത്ത് നിൽക്കുന്നവരെ വളരെ ഗൗരവത്തിൽ കണ്ട് അവരെ നേരിടാൻ വേണ്ട തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിയാണ്. ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഞങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്ന പ്രധാന മുന്നണി അല്ലെങ്കിൽ പ്രധാന പാർട്ടി കോൺഗ്രസും ഈ ഇന്ത്യ സഖ്യവുമാണ്. ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, ഇവർ തെരഞ്ഞെടുപ്പിനെ അതിന്റെ ഗൗരവത്തിൽ കാണുന്നില്ല. ഇവർ തെരഞ്ഞെടുപ്പിനെ ഒരു BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്തിൽ എടുക്കേണ്ടതായ യാതൊരു തരത്തിലുള്ള ഹോംവർക്കോ ഗ്രൗണ്ട് വർക്കോ ചെയ്യാതെയാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രണ്ടാമത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഇലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ഇവർ ജനവിധി അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. ഇവർ BJPയുമായി മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ ഉടനെ ഇവർ ഇലക്ഷൻ മെഷീനെ കുറ്റം പറയും, അല്ലെങ്കിൽ വോട്ടർ പട്ടികയെ കുറ്റം പറയും, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളെ കുറ്റം പറയും. ഇത്തരത്തിലുള്ള ഒരു ഒരു എക്സ്ക്യൂസസ് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇവർ സ്വീകരിക്കുന്നത്. അതേസമയത്ത് ഇവർ ജയിച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇവരെവിടെയെങ്കിലും ജയിച്ചാൽ ഇലക്ഷൻ കമ്മീഷന് പ്രശ്നമില്ല, വോട്ടർ പട്ടികയ്ക്ക് പ്രശ്നമില്ല, വോട്ടിംഗ് മെഷീന് പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു, CPM ആണ് പ്രധാന പ്രതിപക്ഷം, കോൺഗ്രസ് ആണ് മുന്നണിയാണ് ജയിച്ചത്. നോക്കൂ, കേരളത്തിൽ ഒരു വോട്ടർ പട്ടികയെ പറ്റി ഇവരൊന്നും പറയുന്നില്ല, കേരളത്തിലെ വോട്ടിംഗ് മെഷീനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇതാണ് ഇവരുടെ രീതി. അപ്പം ഇലക്ഷനെ ഗൗരവത്തിൽ കാണാതെ ഇലക്ഷന് വേണ്ട ഇന്നത്തെ ഒരു ജനാധിപത്യ സംവിധാനം. കാരണം ഇന്നിപ്പോൾ അറിയാം, ആളുകളുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോൺ ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് അറിയാം, എല്ലാ പാർട്ടിയെ പറ്റിയും അറിയാം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പഴയകാല ചരിത്രം വരെ ഇന്റർനെറ്റിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജനങ്ങളെടുത്ത് വിജയിക്കണമെങ്കിൽ യഥാർത്ഥ രീതിയിൽ അധ്വാനിച്ചിട്ടേ ജയിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ രീതിയിൽ ഇലക്ഷൻ വർക്ക് നടത്തിയിട്ടേ ജയിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ 70-80% തെരഞ്ഞെടുപ്പിലും ഈ സംവിധാനം പരാജയപ്പെടുകയാണ്. ഇന്ത്യ മുന്നണി സംവിധാനം, കോൺഗ്രസ് സംവിധാനം പരാജയപ്പെടുക. 70-80%, 100% ഞാൻ പറയുന്നില്ല, 70-80% ഇലക്ഷനിൽ പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പരാജയം എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം എന്ന് പറഞ്ഞാൽ യു ലൂസ് പവർ, നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരസ്പരം കുറ്റപ്പെടുത്താനും പരസ്പരം പഴിചാരാനും പുതിയ പരീക്ഷണങ്ങൾക്ക് പോകാനും ഒക്കെ ഉള്ള ത്വരയുണ്ടാവും.